ഹലോ ഫ്രണ്ട്സ്, Kraftferzug Trunkenpoles Matigofen. ഈ പേര് നിങ്ങളിൽ അധികമാരും കേട്ടിട്ടുണ്ടാവില്ല. എന്നാൽ ഈ പേരിന്റെ ചുരുക്കപ്പേര് പ്രത്യേകിച്ച് ബൈക്ക് പ്രേമികൾക്കിടയിൽ സുപരിചിതമാണ്. അതെ, ലോക പ്രശസ്ത ഓസ്ട്രിയൻ ബൈക്ക് നിർമ്മാണ കമ്പനിയായിട്ടുള്ള KTM AGയുടെ പൂർണ്ണനാമമാണ് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞത്. ഓസ്ട്രിയയിലെ മാറ്റിഗോഫൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന KTM AGയുടെ ഉടമസ്ഥർ പിയർ മൊബിലിറ്റി AG, ബജാജ് ഓട്ടോ ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് BV എന്നീ കമ്പനികളാണ്. KTM ഫാക്ടറിയിൽ ബൈക്കുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഫാക്ടറി TV നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം പാഴാക്കാതെ വീഡിയോ കാണാം. 1934 ഓസ്ട്രിയയിലെ മറ്റിഗോഫനിൽ എഞ്ചിനീയർ ആയിട്ടുള്ള ജോഹൻ ട്രങ്കൻപോൾസ് ആരംഭിച്ച കാർ റിപ്പയറിംഗ് ഷോപ്പിൽ നിന്നാണ് KTMന്റെ യാത്ര തുടങ്ങിയതെന്ന് നിങ്ങൾക്കറിയാമോ? 1937 DKW മോട്ടോർ ബൈക്കുകളും ഓപ്പൽ കാറുകളും വിൽപ്പന നടത്തിയിരുന്ന അദ്ദേഹത്തിന്റെ ഗരാജ് അറിയപ്പെട്ടിരുന്നത് Kraftferzug Trunkenpoles Matigofen എന്ന പേരിലായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഡീസൽ എഞ്ചിനുകളുടെ റിപ്പയർ വർക്ക് ചെയ്ത് മുന്നോട്ട് നീങ്ങിയ ജോഹാൻ യുദ്ധം അവസാനിപ്പിച്ചതോടെ ഡീസൽ എഞ്ചിൻ റിപ്പയറിംഗ് ലാഭമല്ല എന്ന് മനസ്സിലാക്കിയതോടെ സ്വന്തമായിട്ട് മോട്ടോർ സൈക്കിളുകൾ നിർമ്മിക്കാമെന്ന തീരുമാനത്തിലെത്തി. 1951 R100 എന്ന മോട്ടോർ സൈക്കിൾ ജോഹാൻ നിർമ്മിച്ചു. എഞ്ചിൻ ഒഴികെയുള്ള മുഴുവൻ ഭാഗങ്ങളും സ്വന്തം വീട്ടിലാണ് ജോഹാൻ നിർമ്മിച്ചത്. 1953 R100 മോട്ടോർ സൈക്കിളിന്റെ വ്യാവസായിക നിർമ്മാണം ജോഹാൻ ആരംഭിച്ചു. 20 തൊഴിലാളികളുള്ള ഫാക്ടറിയിൽ പ്രതിദിനം 3 R100 മോട്ടോർ സൈക്കിളുകളായിരുന്നു നിർമ്മിച്ചിരുന്നത്. 1953 ഏണസ്റ്റ് കോൺട്രേഫ് എന്ന ബിസിനസ്സുകാരൻ ജോഹാന്റെ കമ്പനിയുടെ മേജർ ഷെയർ ഹോൾഡർ ആവുകയും കമ്പനിയുടെ പേര് കോൺട്രേഫ് ആൻഡ് ട്രങ്കൻപോൾസ് മറ്റിഗോഫൻ എന്ന് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. 1954 R125 ടൂറിസ്റ്റ്, R125 ഗ്രാൻഡ് ടൂറിസ്റ്റ് എന്നീ മോട്ടോർ സൈക്കിളുകളും 1955 മിറബിൾ എന്ന സ്കൂട്ടറും കമ്പനി പുറത്തിറക്കി. 1957 KTM തങ്ങളുടെ ആദ്യ സ്പോർട്സ് ബൈക്ക് ആയിട്ടുള്ള ട്രോഫി 125cc പുറത്തിറക്കിയത്. KTM തങ്ങളുടെ ആദ്യ മോപ്പഡായിട്ടുള്ള മെക്കി പുറത്തിറക്കിയതും 1957 തുടർന്നുള്ള വർഷങ്ങളിൽ പോണി 1, പോണി 2, കോമറ്റ് എന്നീ മോപ്പഡുകളും KTM പുറത്തിറക്കുകയുണ്ടായി. 1971 KTM കമ്പനിയിൽ നിന്നും 42 മോഡലുകളാണ് വിപണിയിൽ എത്തിയിരുന്നത്. 1981 700 തൊഴിലാളികളും 75 കോടി രൂപ വിറ്റുവരവും ഉണ്ടായിരുന്ന കമ്പനി 1988 സ്കൂട്ടറുകളുടെയും മോപ്പേഡുകളുടെയും വിൽപ്പന ഇടിഞ്ഞതുമൂലം പ്രവർത്തനരഹിതമായിട്ട് കടക്കണിയിലാകുകയും 1991 കടം നൽകിയ ബാങ്കുകളുടെ കൺസോർഷ്യം KTM മാനേജ്മെന്റിനെ ഏറ്റെടുക്കുകയും ചെയ്തു. അതിനുശേഷം 1992 ഇന്നത്തെ KTM AG എന്ന കമ്പനി നിലവിൽ വന്നത്. KTMന്റെ മാനേജിംഗ് ഡയറക്ടറും ക്രോസ് ഇൻഡസ്ട്രീസ് ഉടമയുമായ സ്റ്റെഫാൻ പിയറുടെ നേതൃത്വത്തിൽ കമ്പനി വീണ്ടും ഉയർത്തെഴുന്നേറ്റു. 1994 KTM ഡ്യൂക്ക് ബൈക്ക് ആദ്യമായിട്ട് പുറത്തിറക്കിയത്. അതുപോലെ തന്നെ 1996 മുതലാണ് KTM ബൈക്കുകൾ അവയുടെ ട്രേഡ് മാർക്ക് കളറായിട്ടുള്ള ഓറഞ്ച് നിറത്തിൽ പുറത്തിറക്കാൻ തുടങ്ങിയത്. 1997 KTM ലിക്വിഡ് കൂൾ 2 സിലിണ്ടർ ബൈക്കുകളായിട്ടുള്ള സൂപ്പർ മോട്ടോ, അഡ്വഞ്ചർ എന്നിവ പുറത്തിറക്കിയത്. 2007 എക്സ്ബൗ എന്ന കാറും KTM പുറത്തിറക്കിയിട്ടു. KTM കമ്പനിക്ക് ഒരു ഇന്ത്യൻ ബന്ധമുണ്ട്. 2007 ഇന്ത്യൻ ബൈക്ക് നിർമ്മാതാക്കളായിട്ടുള്ള ബജാജ് ഓട്ടോ KTM കമ്പനിയുടെ 14.5% ഓഹരി സ്വന്തമാക്കി. 2013 ആയപ്പോഴേക്കും KTM കമ്പനികൾ ബജാജിന്റെ ഓഹരി വിഹിതം 47.97% ഉയർന്നു. 2008 KTMമായി സഹകരിച്ച് യൂറോപ്പ് ഫാർ ഈസ്റ്റ് മേഖലയിലെ വിപണികളെ ലക്ഷ്യം വെച്ച് ഒരു 125cc ബൈക്കും ഒരു 200cc ബൈക്കും KTM ബ്രാൻഡിങ്ങിൽ തന്നെ നിർമ്മിക്കുമെന്ന് ബജാജ് പ്രഖ്യാപിച്ചു. 2012 ബജാജ് ഡ്യൂക്ക് 200 ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. ഇനി നമുക്ക് KTM ബൈക്കുകൾ എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് നമുക്ക് നോക്കാല്ലേ. KTM ബൈക്കുകൾ നിർമ്മിക്കുന്ന കമ്പനിയുടെ ആസ്ഥാനം ഓസ്ട്രിയ ആണെങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ KTM ബൈക്കുകൾ നിർമ്മിക്കുന്ന ഫാക്ടറിയുണ്ട്. അത്തരത്തിലുള്ള ഫാക്ടറിയിൽ ബൈക്കുകളുടെ ചേസിസ് ഉൾപ്പെടെ 40% പാർട്ടുകൾ മാത്രമാണ് നിർമ്മിക്കുന്നത്. ബാക്കി 60% ബൈക്ക് പാർട്സുകളും ഫാക്ടറിയിൽ എത്തുന്നത് KTMന്റെ ഓസ്ട്രിയയിലെ ഫാക്ടറിയിൽ നിന്ന് തന്നെയാണ്. KTM ബൈക്കിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് അവയിൽ ഉപയോഗിക്കുന്ന സൈലൻസറുകൾ നിർമ്മിച്ചുകൊണ്ടാണ്. ഒരു സ്പെഷ്യൽ ടൈപ്പ് CNG അഥവാ കമ്പ്യൂട്ടർ ന്യൂമാരിക്കൽ കൺട്രോൾ മെഷീന്റെ സഹായത്തോടെയാണ് സൈലൻസർ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പൈപ്പിംഗ് ബൈക്കിന് അനുയോജ്യമായ സൈലൻസറിന്റെ ആകൃതി നൽകുന്നത്. സൈലൻസർ നിർമ്മാണത്തിന് ഇടയിലുള്ള കട്ടിങ്ങും വെൽഡിങ്ങും എല്ലാം ഈ CNG മെഷീൻ വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കുന്നു. അടുത്ത ഘട്ടം KTM ബൈക്കുകളിൽ ഉപയോഗിക്കുന്ന ശക്തിയേറിയ എഞ്ചിനുകളുടെ നിർമ്മാണമാണ്. എഞ്ചിൻ നിർമ്മിക്കുന്നതിന് ഫാക്ടറിയിൽ ഉപയോഗിക്കുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള CNG മെഷീനാണ്. ആദ്യം എഞ്ചിന്റെ ഔട്ടർ ബോഡിയാണ് നിർമ്മിക്കുന്നത്. എഞ്ചിന്റെ കവർ നിർമ്മിച്ച ശേഷം അടുത്ത എഞ്ചിൻ അസംബ്ലി സ്റ്റേഷനിൽ വെച്ച് വളരെ പരിചയസമ്പന്നരായിട്ടുള്ള ഫാക്ടറി ജീവനക്കാർ കൈകൾ ഉപയോഗിച്ച് എഞ്ചിന്റെ ബാക്കി ഭാഗങ്ങൾ എഞ്ചിനുള്ളിൽ ഉറപ്പിക്കുന്നു.
എഞ്ചിൻ അസംബ്ലി പൂർത്തിയായതിനു ശേഷം എഞ്ചിന്റെ ഔട്ടർ ബോഡി ഭാഗങ്ങൾ ഉറപ്പുള്ള പശ ഉപയോഗിച്ച് ഒട്ടിച്ച് ക്ലോസ് ചെയ്യുന്നു. എഞ്ചിന്റെ ഔട്ടർ ബോഡി പശ ഉപയോഗിച്ച് ഒട്ടിക്കുന്നത് ഓട്ടോമാറ്റഡ് മെഷീന്റെ സഹായത്തോടെയാണ്. എഞ്ചിന്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം എഞ്ചിന്റെ ടെസ്റ്റിംഗ് ആരംഭിക്കുന്നു. അതിനായിട്ട് പ്രത്യേകം നിർമ്മിച്ച എഞ്ചിൻ ടെസ്റ്റിംഗ് ചേംബറുകളുണ്ട്. നിർമ്മാണം പൂർത്തിയായ എഞ്ചിനുകൾ ടെസ്റ്റിംഗ് ചേംബറുകൾ ഘടിപ്പിച്ച ശേഷം എഞ്ചിന്റെ സ്പീഡ്, RPM എന്നിവ കമ്പ്യൂട്ടർ സഹായത്തോടെ പരിശോധിക്കുന്നു. എഞ്ചിൻ ടെസ്റ്റിംഗ് പാസ് ആയതിനു ശേഷം എഞ്ചിനും ഗിയർ ബോക്സും തമ്മിൽ കണക്ട് ചെയ്യുന്നു. ശേഷം കൺവെയർ ബെൽറ്റിലൂടെ നീങ്ങുന്ന എഞ്ചിനിൽ അടുത്തതായിട്ട് ഇലക്ട്രിക് പ്ലഗുകൾ ഘടിപ്പിക്കുന്നു. ബൈക്കിന്റെ എഞ്ചിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ബൈക്കിന് ആവശ്യമായിട്ടുള്ള ചേസസിന്റെ നിർമ്മാണം ആരംഭിക്കുന്നു. പ്രത്യേകതരം മെഷീനുകളുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന ബൈക്ക് ചേസസിന് വേണ്ടി ഗുണമേന്മയുള്ളതും ബലമുള്ളതുമായിട്ടുള്ള ലോഹമാണ് ഉപയോഗിക്കുന്നത്. ചേസിസ് നിർമ്മാണത്തിന് ശേഷം ബൈക്കിൽ ഘടിപ്പിക്കാനുള്ള ഷോക്ക് ഓബ്സറും ഹൈഡ്രോളിക്സും നിർമ്മിക്കുന്നു. അതേസമയം ഫാക്ടറിയിലെ മറ്റൊരു സ്റ്റേഷനിൽ ബൈക്കിന് ആവശ്യമായിട്ടുള്ള ടയറുകളുടെ അസംബ്ലിംഗ് നടക്കുന്നുണ്ടാവും. ടയറുകളിൽ അസംബിൾ ചെയ്ത ശേഷം അവയിൽ ഡിസ്ക് പ്ലേറ്റുകൾ ഉറപ്പിക്കുന്നു. ബൈക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ പാർട്സുകളുടെയും നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ഫൈനൽ അസംബ്ലിംഗ് ആരംഭിക്കുന്നു. ആദ്യം ബൈക്കിന്റെ ചേസിസും എഞ്ചിനും തമ്മിൽ ഉറപ്പിക്കുന്നു. അതിനുശേഷം ചേസിസിൽ മോണോ സസ്പെൻഷനും ഹൈഡ്രോളിക്സും ഉറപ്പിക്കുന്നു. അടുത്തതായിട്ട് ചേസിസിൽ ബൈക്കിന്റെ മുന്നിലെയും പിന്നിലെയും ടയറുകൾ ഉറപ്പിക്കുന്നു. ഇനി ബൈക്കിന് ആവശ്യമായിട്ടുള്ള കേബിളുകൾ ചേസിസിൽ ഘടിപ്പിക്കുന്നു. എന്നിട്ട് ചേസിസിൽ ബൈക്കിന്റെ ഹാൻഡില്, ഹെഡ്ലൈറ്റ്, മറ്റ് ഇലക്ട്രോണിക് പാർട്സുകൾ എന്നിവ ബൈക്കിൽ ഉറപ്പിച്ച ശേഷം അവയുടെ കണക്ഷനുകൾ പൂർത്തിയാക്കുന്നു. ഏറ്റവും ഒടുവിൽ ബൈക്കിന്റെ ഫൈബർ പാർട്സുകൾ കൂടി ബൈക്കിൽ ഘടിപ്പിക്കുന്നതോടെ ബൈക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നു. നിർമ്മാണം പൂർത്തിയായ ബൈക്കുകൾ അടുത്ത ഘട്ടത്തിൽ ടെസ്റ്റിംഗ് സെന്ററിൽ എത്തിക്കുന്നു. അവിടെ വെച്ച് ബൈക്കിന്റെ എല്ലാ പാർട്ടുകളും കൃത്യതയോടെ ടെസ്റ്റ് ചെയ്ത് ബൈക്കിന്റെ പെർഫോമൻസ് 100% ഉറപ്പുവരുത്തുന്നു. കമ്പ്യൂട്ടർ സഹായത്തോടെയാണ് എല്ലാ പരിശോധനകളും അവിടെ വെച്ച് പൂർത്തിയാക്കുന്നത്. ടെസ്റ്റിംഗ് സെന്ററിലെ പരിശോധനകൾക്ക് ശേഷം ബൈക്കിന്റെ റോഡ്, ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് പരിശോധിക്കുവാൻ ബൈക്കുകൾ റോഡിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെ ഓടിച്ചു നോക്കും. എല്ലാ ടെസ്റ്റുകളും വിജയകരമായിട്ട് പൂർത്തിയാക്കുന്ന ബൈക്കുകൾ വിൽപ്പനയ്ക്ക് തയ്യാറായതായിട്ട് സർട്ടിഫൈ ചെയ്യുന്നു. അതിനുശേഷമാണ് KTM ബൈക്കുകൾ നമ്മുടെ കൈകളിലേക്ക് എത്താൻ വേണ്ടി ഷോറൂമിലേക്ക് അയക്കപ്പെടുന്നത്. അപ്പോൾ KTM ബൈക്കുകൾ എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി KTM ബൈക്ക് പ്രേമികൾക്ക് വേണ്ടി ഒരു വാർത്ത പറഞ്ഞു തരാം. 2022-2023 സാമ്പത്തിക വർഷത്തിൽ 15 പുതിയ മോഡലുകളാണ് KTM ഇന്ത്യയിൽ പുറത്തിറക്കാൻ പോകുന്നത്. 3.5 ലക്ഷം മുതൽ 12.5 ലക്ഷം രൂപ വരെയാണ് ബൈക്കുകളെ പ്രതീക്ഷിക്കുന്ന വില. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിജ്ഞാനപ്രദമായ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ ഫാക്ടറി TV ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.